അയ്യോ, അപ്പൊ അത് നീ കൂടി അറിഞ്ഞോണ്ട അല്ലയോ എവിടെല്ലാം നേർച്ചതായ ഒരു പൊന്നു മോന. എന്നാലും നീ അവിടെ വാക്ക് കേട്ട് എന്നോട് ഈ ചതി ചെയ്തോടാ. ഓ അമ്മച്ചി, ഈ അമ്മച്ചിയുടെ ഒരു കാര്യം, എന്റെ അമ്മച്ചി ഷുഗറിന് പകരമുള്ള നല്ല സാധനം അമ്മച്ചി. എന്റെ പൊന്നുമോൻ പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിച്ചു. എന്നാലും ഇവിടെ മേലെ ഒരു കണ്ണ് വേണം. ഇതായി പിടിക്കാത്തത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി ഉറക്കെ പറയണം. No, Matt, this is not going to work. Look at this. കണ്ടോ കണ്ടോ, എനിക്ക് മനസ്സിലാകാതിരിക്കാൻ അവളെന്റെ കുറ്റമല്ല ഇംഗ്ലീഷിൽ പറഞ്ഞത്. എന്റെ അമ്മച്ചി പൊന്നമ്മച്ചി എന്തൊക്കെയായി കൊണ്ടുപോകാൻ എടുത്തു വെച്ചിരിക്കുന്നത്? എന്നതാടാ? എന്റെ ഒരു പെട്ടിയും അതിനകത്ത് കുറച്ച് സാധനങ്ങളും. എന്നെ കെട്ടിച്ചു വിട്ടപ്പോ എന്റെ അപ്പൻ എനിക്ക് തന്നു വിട്ട പെട്ടിയാ മക്കളെ. നല്ല സ്ട്രോങ് ആ. ഈ പെട്ടി ഒന്ന് എടുത്ത് നോക്കിക്കേ, എന്തൊരു വെയിറ്റ് ആയതിന്. അതിന് നീ നിന്റെ തലയിൽ ചുമന്നുകൊണ്ടൊന്നും അല്ലല്ലോ പോകുന്നത്. വിമാനം അതൊക്കെ കൊണ്ടുപോകല്ലേ. ബട്ട് ഇത് എങ്ങനെയാ കൊണ്ടുപോകുന്നേ? എന്റെ വാടി അതിന് കുഴപ്പം. നിന്റെ അമേരിക്കാവിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയുടെ കൂട്ട് നാളെ വീരില്ലെന്നേ ഉള്ളൂ. അതിനെ ആ നാട് വശായി പിടിച്ച് അവിടുത്തെ 2 ചക്രമെടുത്ത് ഇവിടുത്തോട്ട് പിടിപ്പിക്കണം. അത്രയുള്ള കാര്യം. ഓ മൈ ഗോഡ്, മാറ്റ് അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ? കൂടാതെ ഒരു പൊട്ടിയ വാക്കിംഗ് സ്റ്റിക്കും. മോനെ, നിന്റെ അപ്പനപ്പന്മാരുടെ കാലത്തുള്ള പണിയാ. എനിക്ക് വേണ്ടി അല്ലടാ ഇത്. ഞാൻ നിനക്ക് പ്രായമാകുമ്പോൾ തരാൻ കൊണ്ടുവരുന്നില്ലയോ? അത് വല്ലതും പറഞ്ഞാൽ ഇവക്ക് മനസ്സിലാവും. അമ്മച്ചി ഇത് എന്നതാ? പുകയില്ലയോ? ഇനി ജയിലിൽ കിടക്കാനും ഒരുമിക്കോ? പുകയില ചവയ്ക്കണേ, ജയിലിൽ കിടക്കണോ? എന്റെ അമ്മച്ചി ഈ സാധനം കണ്ടാൽ കസ്റ്റംസ് പിടിക്കും, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓ, ഇതായിപ്പോ വലിയ കാര്യം. നിന്റെ കൊച്ചാപ്പനില്ലയോ സ്ഥലം എസ്സായി? അവനെ കൊണ്ട് ഞാൻ വിളിച്ചു പറയിപ്പിക്കാം. ദിസ് ഈസ് ടു മച്ച്. ഇത് കൂടാതെ ഇടികല്ലേ, അത് മുറിക്കാനടിക്കാൻ, കോലാമ്പി, അത് മുറുക്കി തുപ്പാൻ, ഒരു വലിയ ചക്ക, അത് അവിടെ കിട്ടുകയല്ലോ. ഉണക്കമീൻ, വായിക്ക് രുചിയായിട്ട് വല്ലതും തിന്നാൻ. പിന്നെ ഒരു ഇരട്ടക്കുഴൽ തോക്കും. തോക്കോ? അതെ, നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഈ റബ്ബറും കാട്ടിൽ ഇട്ടേച്ച് അങ്ങ് അമേരിക്കാവിലേക്ക് പോയി. നിന്റെ അവരുടെ ഈ നായാട്ട് രോഗം മാത്രമായിരുന്നു എന്റെ രക്ഷ. എന്നാലും അമ്മച്ചി അത് വെപ്പണല്ലേ, ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റത്തില്ല. വെക്കണം 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 വെക്കണം. ഇതില്ലാതെ ഞാൻ ഇവിടുന്ന് വരുന്ന പ്രശ്നമേ ഇല്ല. എന്റെ സ്വയരക്ഷയ്ക്കുള്ളതായത്. പിന്നെ അങ്ങ് വന്നാലും ഞാൻ ചിലരെയൊക്കെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. മാറ്റ്, I can't deal with this anymore. എന്റെ വീട്ടിലും കൂടി ഒന്ന് പോകണ്ടേ? I am going to get ready. ആഹാ, എന്റെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാതെ ഇവിടുന്ന് പോകുന്ന ഒന്ന് കാണണം. അതിരിക്കട്ടെ, അവിടെ എന്തൊക്കെയാ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ നോക്കട്ടെ. എന്റെ ദൈവമേ, ഞാൻ ഇത് എങ്ങനെ ഒന്ന് സോൾവ് ചെയ്യും? ഒരു പരിഗാണിച്ചതിനെ എന്തിയെ ആ
പ്രതിസന്ധിയിലാണ് അച്ഛോ. അയ്യോ, പ്രതിസന്ധിയോ? നെഞ്ചുവേദന, ഗ്യാസ. ഓ, എന്ത് പ്രശ്നം കേട്ടാലും എനിക്ക് നെഞ്ചുവേദന. എന്നാലും എന്നതാ പ്രശ്നം? അച്ഛോ, ഈ അന്നാമയും അമ്മച്ചിയുമായിട്ട് ചേരി ഈരി പാമ്പ് പോലെ ഒരു കിട്ടിയും കോളാമ്പിയും തോക്കും ഉണക്കുമീനും അതിനിടയ്ക്ക് അന്നാമ. അയ്യോ, പിന്നെയും നെഞ്ചുവേദന, ഗ്യാസ. എന്നിട്ടോ എന്നാലും കേൾക്കട്ടെ, എന്നതാ പ്രശ്നം? അമ്മച്ചിയുടെ വയസ്സാം കാലത്ത് വിട്ടിട്ട് പോകാനും വേല കൊണ്ടുപോകാനും വേല. അവര് തമ്മിൽ എന്നിട്ട് എന്തായി? പോകുന്നില്ലേ? ഓ, അച്ഛനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നേക്കാൾ വലിയ വേദന അച്ഛൻ. ഹോ, രക്ഷപ്പെട്ടു. എന്താ പിന്നെ ഇത് സോൾവ് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ട്, ഒരു സോഷ്യൽ വർക്കറാ. ഈയിടെ അമേരിക്ക വിസിറ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ. ബൈബിളിൽ നല്ല ജ്ഞാനമുണ്ടെന്നാ കേട്ടോ. പിന്നെ നമ്മുടെ പള്ളിപ്പടിയുടെ ബില്ലിന് വേണ്ടിയും കൂടെ പ്രവർത്തിക്കാൻ അരമ്പനെ നിയമിച്ചതാ. വണ്ടിയിൽ ഇരിപ്പുണ്ട്, ഞാൻ വിളിക്കാം. വൈകിയേ നീ കയറി പോടാ. വലിയ ഉപകാരം അച്ഛൻ. ഹായ് മിസ്റ്റർ പൈ, അമേരിക്കയിലൊക്കെ പോയെന്ന് കേട്ടു. എന്തായിരുന്നു പ്രചോദനം? ഓ, വലിയ പ്രചോദനമൊന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ല പ്രയോജനമായിരുന്നു. എന്നാൽ വൈലിയുടെ ആദ്യത്തെ പ്രവർത്തനം ഈ ഭാവനത്തിൽ നിന്ന് തന്നെ ആവട്ടെ. എനിക്കും കൂടെ ഇത് കാണാമല്ലോ. അയച്ചൊരു ബുദ്ധി വന്നതാ. ഇവിടെ എന്റെ ഭാര്യയും എന്റെ അമ്മച്ചിയും തമ്മിൽ ആകെ പ്രശ്നമാണ്. മത്തായിച്ച് കേട്ടിട്ടില്ലേ? യഹോവയ്ക്ക് തീരെ ബുദ്ധിയുമില്ല, ശക്തിയുമില്ല, ജ്ഞാനവുമില്ല. വൈലി, അങ്ങനെയല്ല. യഹോവയ്ക്കെതിരെ ബുദ്ധിയുമില്ല, ശക്തിയുമില്ല എന്നാണ്. ഓഹോ, അങ്ങനെയാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നത്തിന് ഞാൻ ഒറ്റമൂലി പറയാം. ഇത് പ്രയോഗിച്ച് ഞാൻ പല പ്രതിസന്ധി ഘട്ടങ്ങൾ നല്ല പുഷ്പം പോലെ ശരിയാക്കിയിട്ടുണ്ട്. എന്നാ കേക്കട്ടെ. ഞാൻ നല്ല ശബരിയക്കാരന്റെ കഥ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു അപ്പന്റെ ഇളയ മകൻ യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോവുകയായിരുന്നു. അവൻ മുള്ളിനിടയിൽ വീണു. അങ്ങനെ ഗോലിയാത്ത് എന്നൊരുവൻ അവന്റെ പണമെല്ലാം അപഹരിച്ചു. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ശേബരാജ്ഞിയുടെ അടുത്ത് പോയി. ശേബരാജ്ഞി അവന് മഞ്ഞയും കാടപക്ഷിയും ഭക്ഷിപ്പം കൊടുത്തു. അവൻ അവിടെ നിന്ന് ഒരു കുതിരപ്പുറത്ത് കയറി പോകുമ്പോൾ അവന്റെ മുടി ഒരു മരത്തിൽ കുടുങ്ങി. 40 രാവും 40 പകലും അവൻ അവിടെ അങ്ങനെ തൂങ്ങിക്കിടന്നു. കാക്ക അവന് അപ്പവും കൊടുത്തു. അവന്റെ ഭാര്യ ദലീല വന്ന് അവന്റെ മുടി മുറിച്ചു. അവന് ആ മുടി മുറിച്ചതോടുകൂടി ഒരു പാറപ്പുറത്ത് തലയെ കുത്തി വീണു. നായ്ക്കൾ അവന്റെ രക്തം നാക്കി. ഉടനെ മഴ പെയ്യാൻ തുടങ്ങി. 40 രാവും 40 പകലും മഴ പെയ്തു. അവന് ഒരു പേടകം ഉണ്ടാക്കി അതിൽ ഒളിച്ചിരുന്നു. കാട്ടുതേനും വെട്ടിക്കിളിയും കൊണ്ട് അവൻ അവന്റെ ഉപജീവനം കഴിച്ചു. അവൻ അവിടെ നിന്ന് ശക്തി പ്രാപിച്ച് അരാരത പ്രവചനത്തിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ രൂത്തിന്റെ അമ്മായിയമ്മ എസ്തർ രാജ്ഞി മാളികപ്പുരിൽ നിന്നും പുഞ്ചിരിച്ചു. അവൻ മുകളിൽ കയറി അവരെ തള്ളിയിട്ടു. 70 വട്ടം തള്ളിയിട്ടു. ശേഷിച്ചവ 12 കൊട്ട നിറച്ച് സമാധാനം ഉണ്ടാകുന്ന ഭാഗ്യവന്മാരെന്ന് പറഞ്ഞു. അയ്യോ, മത്തായിക്കാരനെ പിടികിട്ടിയോ? എന്നതല്ല പ്രസംഗമായിരുന്നു. എന്നാലും എന്റെ വൈലി 1168 പേജുള്ള വേദപുസ്തകത്തിലെ കഥകളെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് നീ ഒരു ചക്കപ്പുഴുക്കിന്റെ പരുവത്തിലാക്കി കളഞ്ഞല്ലോടാ. വെള്ളം വൈലി, നീ വെള്ളം കുടി.
ഒന്നും ഭയപ്പെടേണ്ട, ഞാൻ അമ്മച്ചിയുടെ കൂടെയുണ്ട്. എന്നാലേ നീ അമേരിക്കയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാ. അമ്മച്ചി, നമ്മൾ അമേരിക്കയിൽ പോകുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് വെള്ളത്തിന് പകരം പേപ്പർ ഉപയോഗിക്കണം. അയ്യേ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ അടുത്ത കാര്യം പറ. കുളിക്കാനുള്ള വെള്ളവും പ്രശ്നമാണ്. ബക്കറ്റില്ല, കോരി പിടിച്ച് കുളിക്കാൻ മക്കുമില്ല. പക്ഷെ എല്ലാ ബാത്റൂമിലും ബാത്ടബ് എന്ന് പറയുന്ന ഒരു ടാങ്ക് ഉണ്ട്. അത് കൊള്ളാം. അല്ലേലും എനിക്ക് എണ്ണയൊക്കെ തേച്ച് കുളത്തിൽ മുങ്ങി കുളിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇപ്പൊ പഴയ പോലൊന്നും വയ്യ. മോൻ പറഞ്ഞത് കാര്യമായി. ഞാൻ ഇപ്പം കുളിക്കുന്ന ബക്കറ്റും കൂടെ എടുത്തു വെക്കാം. അമ്മച്ചി, ചായ കിട്ടിയില്ല. ഓ, ചായയുടെ കൂടെ ഒരു പരിപ്പ് വടയും കൂടെ കൊണ്ടുവരാൻ ഞാൻ പറയും. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, അവിടുത്തെ പാലിന് ആകെ പ്രശ്നമാണ്. 0% മുതൽ 1% മിൽക്ക്, 2%, അങ്ങനെ 100% വരെ പോകും. ഓ, അതാണ് ഒരു കാര്യം. ഇവിടുത്തെ ജേഴ്സി പശുവിന്റെ പാല് കുറയുമ്പോൾ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പറയുന്ന പേഴ്സൻ്റ് ഒക്കെ ഞങ്ങളും ഉണ്ടാക്കുന്നതാണ്. ഇത് ശരിയാവൂല. എടാ മോനെ, അവള് ഞാൻ ഉണ്ടാക്കിയ കപ്പയും ചോറും ഒന്നും കഴിക്കില്ല. ആരും കൊടുക്കുന്ന പോലെ കുറെ ഇലയും പുല്ലും കണ്ടിച്ചിട്ടാ തിന്നുന്നേ. അതിന് ഞാൻ ഇച്ചിരി ഉണക്കമീൻ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മച്ചി, അവിടെ ബർഗറും പിസ്സയും. ഓ, അവരൊന്ന് വരുമ്പോ ഞാൻ മക്കളെ, വേറൊരു കാര്യം, അവിടെ എല്ലാവരെയും കാണുമ്പോ ഈ കെട്ടിപ്പിടിച്ചാണോ സ്വീകരിക്കുന്നേ? എന്നാലും അമ്മച്ചിയുടെ മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് സൺഡേയില് നമ്മൾ പള്ളിയിൽ ചെന്നിട്ട് ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ കൈ ഇങ്ങനെ അല്പം ഉയർത്തി ഹായ് എന്ന് പറയണം. ഇതേ ആളിനെ അടുത്ത ആഴ്ച വീണ്ടും കാണുമ്പോൾ കൈ പഴയതിലും അല്പം കൂടി ഉയർത്തി പല്ല് കാണിക്കാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് ഹായ് എന്ന് പറയണം. മൂന്നാമതും ഇതേ ആളിനെ തന്നെ കാണുമ്പോൾ നല്ലപോലെ പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് കൈ തലയുടെ മുകളിലോട്ട് ഉയർത്തി നന്നായി ചാടി മറ്റേ ആളിന്റെ കയ്യിൽ അടിച്ചിട്ട് എന്ന് പറയണം. മോനിക്ക് വന്നേ. അയ്യോ, അമ്മച്ചി പണിയാകും. അതവിടെ നിൽക്കട്ടെ. കുറച്ചു നേരമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുക. നിന്റെ മുഖത്തന്നതാ ഈ റോഡ് വെട്ടി വെച്ചിരിക്കുന്നേ. ഓ അമ്മച്ചി, ഇത് അമേരിക്കൻ ചെറുപ്പക്കാരുടെ ഒരു പുതിയ സ്റ്റൈലാണ്. ഇതിന് ഡെഡ് കട്ട് എന്ന് പറയും. അതായത് ഈ മരിച്ച ആളുകളുടെ മുഖത്ത് നമ്മൾ ഇങ്ങനെ ഒരു തോർത്തുമൊക്കെ കെട്ടിയല്ലേ, അതിന്റെ സ്റ്റൈലാണ് ഡെഡ് കട്ട്. ഇപ്പം മനസ്സിലായി മോനെ. അവരെല്ലാവർക്കും 2-3 കാറുണ്ടെന്നാണല്ലോ കേൾക്കുന്നേ. അമ്മച്ചി, ചായയും പരിപ്പുവടയും. എന്തിനാ ചായയും പരിപ്പോടെയും മാത്രമാക്കുന്നേ? ഉച്ചയായില്ലേ, ഇനി ചോറെടുക്കാൻ അവളോട് പറയാം. നീ വണ്ടിയുടെ കാര്യം പറയടാ കൊച്ചിനെ. ഏറ്റവും വില കൂടിയ കാർ പള്ളിയിൽ പോകുമ്പോൾ അവിടെ കൊണ്ടിങ്ങനെ ഏറ്റവും ഫ്രണ്ടിലിട്ട് ഷൈൻ ചെയ്യാൻ. ചെറിയ പഴയ കാർ വീട്ടിൽ പച്ചക്കറി വാങ്ങിക്കാൻ. പക്ഷെ നമ്മുടെ വികാരിച്ചിന് മാത്രം ഒരു കാറേ ഉള്ളൂ കേട്ടോ. ഇരിക്കട്ടെ, അമ്മച്ചി അമേരിക്കയിൽ ഏത് സ്ഥലത്തേക്കായി പോകുന്നേ? ആർക്കറിയാം പുതിയ പശുവിന്റെ പേരുള്ള സ്ഥലം എന്നതാ? ജേഴ്സി പശു. ന്യൂ ജേഴ്സി. അങ്ങനെയാണെങ്കിൽ സെന്റ് സ്റ്റീഫൻസ് ആയിരിക്കുമല്ലോ പള്ളി. അവിടുത്തെ വികാരിയച്ഛനും കൊച്ചമ്മയ്ക്കും എന്റെ ഒരു ഹായ് കൊടുത്തേക്കണം കേട്ടോ. കുഞ്ഞുങ്ങളാ. പിന്നെ അമ്മച്ചി പണ്ട് വിശാലമായ ഷെൽ കമ്പനിയിൽ ഗ്യാസ് സപ്ലൈ ആയിരുന്നു. അവനില്ല ഗ്യാസ് വണ്ടി പോലും ഓടുകയെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം അവന് റിസഷൻ എന്ന് പറയുന്ന കമ്പനിയിലാ ജോലി. ഓ, പിടികിട്ടി. എന്റെ കുഞ്ഞെ, നീ വന്നത് എത്ര കാര്യമായി. എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി. അമ്മച്ചി, അരമനയെന്നൊരു കാര്യം ഏൽപ്പിച്ച എന്നെ ഇങ്ങോട്ട് വിട്ടത്. നമ്മുടെ പള്ളിപണി ഇങ്ങനെ വഴിമുട്ടി നിൽക്കുക കേട്ടോ. അത് മത്തായി കുഞ്ഞാണ് അമേരിക്കയില് പള്ളി പണിയാൻ കാശ് കുറെ കൊടുത്തിട്ടുണ്ട്. അമ്മച്ചി, അമേരിക്കയിലെ പള്ളിപണി പോലെ അല്ല. അവിടെ പഴയ തടിയും പ്ലാസ്റ്റിക്കും പഞ്ഞിയും ഒക്കെ വെച്ചിട്ട് ചുമ്മാ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പണിയുന്നത്. ഇവിടെ ആണെങ്കിൽ സിമെന്റിനും കമ്പിക്കും ഒക്കെ എന്നാ വില. അമ്മച്ചി, ഇനി ചോറുണ്ടിട്ട് അമ്മച്ചി കാശ് ഇങ്ങനെ തന്നാ മതി. അയ്യടാ, അത് പറഞ്ഞപ്പോ ഓർത്ത് മരുമോട് ഉച്ച കുർബാനയ്ക്ക് പോയെന്നാ തോന്നുന്നത്. വേലക്കാർ 2 ദിവസമായിട്ട് അവധിയാ. കുഞ്ഞതുകൊണ്ട്
പോകുന്ന വഴിക്ക് ആ ചായകളെ കയറി എന്തെങ്കിലും കഴിക്കാം. വേഗം വേണം കേട്ടോ, ഇപ്പൊ ഊഴിന്റെ സമയമാണ്. പിന്നെ അവന്റെ ഒരു പിരിവ്. ചാതിയായി പോയല്ലോ എന്റെ അമ്മച്ചി. ആ അച്ഛൻ വന്നല്ലോ. അച്ഛോ, ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. മത്തായി, അന്നാമയും കൂടി ഇനി വിളിച്ചേ. അന്നാമേ, അന്നാമേ, ആരാണ്? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. ഓ, പിന്നെയും ഗ്യാസാ. ഓ, ഈ ഗ്യാസ് അച്ഛൻ, ഈ ഗ്യാസ് ഉണ്ടായി അങ്ങോട്ട് വായിലോട്ടിട്ടേ, എന്നിട്ട് കാര്യം പറ. താങ്ക് യു, താങ്ക് യു. മത്തായിയുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ വിശദമായി കേട്ടു. ഇനി എനിക്ക് പറയാനുള്ളതും കൂടി നിങ്ങൾ കേൾക്കണം. പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ കുടുംബങ്ങളിലും ഇല്ലേ, എന്നാൽ അവ ആ കുടുംബത്തിന്റെ പരിധിയിൽ തന്നെ സമാധാനപരമായി പരിഹരിക്കുകയാണ് ക്രിസ്തീയ ധർമ്മം. അതിന് ഒത്തിരി വിനയവും പ്രാർത്ഥനയും ആവശ്യമാണ്. ഓരോരുത്തരെയും അവരവരായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കാനും അർഹിക്കുന്ന പരിഗണന കൊടുത്ത് സ്വീകരിക്കാനും നമ്മൾ പഠിക്കണം. നമ്മുടെ പരസ്പര ബഹുമാനവും സഹകരണവും ഉണ്ടെങ്കിൽ ഏത് വലിയ പ്രശ്നവും പരിഹരിക്കാനും അതേസമയം ഏത് നിസ്സാര പ്രശ്നവും ഊതി പെരുപ്പിച്ച് നാട്ടുകാരെ കൊണ്ട് പരിഹസിപ്പിക്കാനും സാധിക്കും. ആരും ഒന്നും നേടുകയും ദൈവസ്നേഹമാണ് എല്ലാത്തിനും ആധാരം. അച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഇടിയാനാമേ, എന്റെ ഒറ്റമൂലി അങ്ങനെ ഇവിടെ നിന്റെ കാര്യത്തിനും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇന്ന് രാവിലെ ചെന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇങ്ങ് എടുത്തേ. ഇനി നീ ഇതങ്ങോട്ട് പിടി. നിന്റെ ടെർമിനേഷൻ ലെറ്റർ ഇനി ഈ പരിസരത്ത് എങ്ങും കണ്ടുപോയത്.